ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ ട്രാവൽ വ്ളോഗാണ്. എൻ്റെ ഇപ്പോൾ ഇതാ റീനിതയുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു മുതലാണിത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് റോട്ടൻബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ സമയം 8:10 എത്ര മണി? 9. അപ്പോൾ 8:16 ഞങ്ങൾ ബസ് വരും. ആക്ച്വലി ഞങ്ങൾക്ക് ട്രെയിനിനാണ് പോകേണ്ടത്. പക്ഷേ ഇപ്പോൾ ട്രെയിന് അവിടെ എന്തോ പണി നടക്കുന്നതുകൊണ്ട് ട്രെയിൻ ഇല്ല. പകരം ഇ വി അല്ലേ, ഇ വിയിലാണ് പോകുന്നത്. ബസ് ട്രെയിനിന് പകരം. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ബൈ ബൈ. ചാओ. വീഡിയോ അങ്ങടടാ വ്യൂസ്ബർഗ് അങ്ങടല്ലേ, അപ്പോൾ ഉപ്പൻഹൈം അങ്ങടല്ലേ. അപ്പോൾ ഗൈസ്, ഇതാ ഞങ്ങൾ ഇവിടെ എത്തി. ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുന്നു. ഇനി എന്താ അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ബസ് നോക്കിയതാ. വ്യൂസ്ബർഗ് അങ്ങടാണെങ്കിൽ രാവിലെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അതിലുണ്ടാവും. ഇങ്ങോട്ട് വരില്ലേ? ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് മ്യൂൻഷനിൽ പോകാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്, ഇന്നലെ രാത്രി വരെ. പക്ഷേ മ്യൂൻഷനിലേക്ക് ഇവിടുന്ന് 4 മണിക്കൂറുണ്ട്. അപ്പോൾ പോയിട്ട് തിരിച്ചു വരാനുള്ള സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവളുടെ ഐഡിയ ആണ് റോട്ടൻബർഗ് പോകാമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഇവിടുത്തെ, ഞാൻ പറഞ്ഞില്ലേ വൂർസ്ബർഗ്, ഇവിടെ ഓമേൻ്റെ ഒപ്പമാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ ഓമ പറഞ്ഞു അതായത് റോട്ടൻബർഗ് നല്ല സ്ഥലമാണ്, അവിടെ ഒരു പഴയ സിറ്റിയാണ്, ഒരു സ്റ്റഡാണ്. അപ്പോൾ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അവിടെ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും അങ്ങോട്ട് പോയി കാണാറുള്ളതാണ്. പിന്നെ ക്രിസ്മസിന് ആവശ്യമായ സാധനങ്ങളൊക്കെ, ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓമയും കൂടെ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നുകൂടി ഒരു ഇൻട്രസ്റ്റ് ആയി അങ്ങോട്ട് പോയി എന്താണെന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. അപ്പോൾ ഞങ്ങളിപ്പോൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. രാവിലെ ഇവിടെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ ഹെർബ്സ് ആയതുകൊണ്ട് ഇലകളൊക്കെ കളറ് മാറി നോക്കി, ഒരു റെഡിഷ് മയം. നല്ല രസമാണ് കാണാൻ വേണ്ടി. ഇവിടെ ഞാൻ പറയുന്ന കേട്ട് ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ബസ് വരുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ബസ് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ്. വണ്ടികളൊക്കെ പോകുന്നു. ഞങ്ങളുടെ ബസ് ഇതുവരെ വന്നില്ല. ഇതിപ്പോൾ എത്ര മണിക്കാണ് ബസ്? 9:28. രാവിലെ നേരത്തെ എണീറ്റുകൊണ്ടാണ് എൻ്റെ മുഖം ഒരുമാതിരി കടന്നൽ കുത്തിയ പോലെ ഇരിക്കുന്നത്. ഞാനത് പറയാ. എന്താ പറയാൻ വന്നു. ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയാണ്. നോക്കി, ഈ ഒരു നല്ല ഭംഗിയില്ലേ. ഞാൻ ഇവളുടെ 2-3 ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ബസ് വരുന്നില്ല ഗൈസ്. എന്തെങ്കിലും പറയാനുണ്ടോ? വിശക്കുന്നുണ്ട്. ഞാൻ 2 പഴവും 1 ക്രോസോണും 1 ബ്രോഡ്ഷനും എടുത്തിട്ടുണ്ട്. ഇവളും അതേപോലെ എത്ര പഴം എടുത്തു? 2 പഴവും. വേറൊന്നുമില്ല, കഴിച്ചാലും വോമിറ്റിംഗ് ടെൻഡൻസി വരും. ട്രെയിൻ ആണെങ്കിൽ പിന്നെ പ്രശ്നമില്ല, കൂടുതലും ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. I am bus sick and car sick. ഞാൻ ഇതൊക്കെ എടുത്ത് ഇടൂട്ടോ. ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾക്ക് ബസ് കിട്ടിയിരിക്കുന്നു. ഇനി ഉറങ്ങണം. അവളായിരുന്നു ഉറങ്ങും. എവിടെയാ അത്? എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. നല്ല രസമായിട്ട് ഇവിടുത്തെ ബസ്സിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ. കൂടെ ഒരാളും കൂടെ വേണം. അങ്ങനെയാണെങ്കിൽ നല്ല രസമാണ്, കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ. നല്ല രസമല്ല, ഇവളാരോ തല്ലാനിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. നല്ല രസമില്ല. അതെന്താ ഇത്ര ഭംഗി കണ്ടിട്ട് ഇവൾക്ക് രസമില്ല? ബസ് ഇരിക്കുന്ന രസമില്ല. എടി ഇരുട്ടുണ്ടീ, നല്ല ഭംഗിയുണ്ട്. ചുമ്മാ പറയുന്നത്.
കുറച്ച് നേരം പാട്ട് കേൾക്കാം. വീട്ടിൽ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എന്താണ് ചെയ്യുന്നതെന്നായിരിക്കും ആലോചിക്കുന്നത്. നമുക്കതൊന്നും പ്രശ്നമില്ല. ആൾ കുറച്ച് ബിസിയാണ്. കേൾക്കണ്ട പാട്ട്? കേൾക്കണ്ട, എനിക്ക് കേൾക്കുന്നില്ല. ഇവിടത്തെ മത്തങ്ങയുടെ നാട്ടിലത്തെ മത്തങ്ങയുടെ കളറും ഷേപ്പും എന്താ അങ്ങനെ എന്തോ പറയാൻ ഉദ്ദേശിച്ചു, പക്ഷെ നടന്നില്ല. അതെ, ഞാൻ പറയാൻ വന്നത് ഇതിപ്പോൾ കുർസ്ബുർഗ്, ഓക്സൻബുർഗ് ഒക്കെ ഈ ബയേണിലെ സ്ഥലങ്ങളാണ്. പക്ഷേ ഈ ബയേണിലെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ? ബയേണിൽ ഇത് വെച്ചോണ്ട് അവിടെ ഒന്നും കേൾക്കുന്നില്ല തോന്നുന്നു. ഹായ്, ഹലോ. ബയേണിലെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ? വേറൊരു ഭംഗിയുണ്ട്. ഞാൻ നിൽക്കുന്ന ട്രിയറിൽ ഇത്ര ഭംഗിയില്ല, സത്യം പറയാം. അപ്പോൾ എനിക്ക് ഇവിടെ എനിക്ക് വുർസ്ബുർഗ് ഭയങ്കര ഇഷ്ടമുള്ള സിറ്റിയാണ്. ഇപ്പം നമ്മൾ പോകുന്നത് റോട്ടൻബുർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ ഇതിനെക്കാട്ടിലും അടിപൊളി സ്ഥലമെന്നാണ് ഓമ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ബയേണിൻ്റെ പരിധിയിൽ വരുന്ന പ്ലേസാണ്. അപ്പം മൊത്തം ബയേൺ കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ബയേൺ ഒരു അടിപൊളി സ്റ്റേറ്റാണ്. ഗൈസ്, ഇപ്പോൾ 10:05. ഞങ്ങൾ ട്രെയിൻ ഇപ്പോൾ വരും. ഇപ്പോൾ വരുമോ? എപ്പോഴാടി? 6 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ട്രെയിൻ വരുന്നതായിരിക്കും. നോക്കിയാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഹെർബ്സിൻ്റെ ഭംഗി എന്താണെന്ന് കാണിച്ചു തരാമെന്ന്. ഈ വീഡിയോയിലൂടെ ഞാനത് കാണിച്ചു തരുന്നതായിരിക്കും. വെയിറ്റിംഗ് ട്രെയിൻ വെയിറ്റ് ചെയ്യുകയാണോ ഗൈസ്? അവളവിടെ മടുത്തു. നോക്ക്, മടുത്തു എന്നല്ല, അവൾക്ക് ബസ് യാത്ര ചെയ്യുന്നത് അവൾക്ക് അത്ര പറ്റത്തില്ല. ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നുമെന്നാണ് പറയുന്നത്. എനിക്ക് ആദ്യം പണ്ടൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നാട്ടിലായിരുന്ന ടൈമിൽ. ഇപ്പോൾ ഒരു ചെറുപ്പത്തിലൊക്കെ. പക്ഷേ ഇപ്പം സെറ്റാണ്. ഇപ്പം എല്ലാം കൊണ്ടും ഞാൻ സെറ്റാണ്. nach Treuchtlingen, Abfahrt 10:15 Uhr, heute circa 15 Minuten später. 15 Minuten später. നമ്മുടെയാണത്. 15 Minuten später ആണ്. 15 മിനിറ്റ് സ്പേറ്റർ. വാവ്, സൂപ്പർ. ഇതൊക്കെ നമുക്ക് പുതുമയല്ല, കാരണം 1 മണിക്കൂറൊക്കെ സ്പേറ്റർ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികം. ഇപ്പോൾ ട്രെയിൻ വന്നിട്ട് വീണ്ടും കാണാം. അപ്പം ഞങ്ങളിതാ ഞങ്ങളുടെ ട്രെയിൻ വന്നു. ഞങ്ങൾ ട്രെയിനിൽ കയറി. അപ്പോൾ ട്രെയിനിൽ നിൽക്കുകയാണ്. അടുത്ത സ്റ്റോപ്പാണ്. അപ്പോൾ 7 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ സീറ്റൊക്കെ ഉണ്ട്, സീറ്റൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അടുത്ത സ്റ്റോപ്പായതുകൊണ്ട് ഞങ്ങൾ നിൽക്കാമെന്ന് വിചാരിച്ചു. ഇനി എത്ര ദൂരം പോകാനുണ്ട്? ഇവിടെ നിന്ന് 7 മിനിറ്റ് അടുത്ത സ്റ്റൈനാഹിലേക്ക്, എന്നിട്ട് അവിടെ നിന്ന് ഒരു 3 മിനിറ്റ് ട്രാൻസ്ഫർ, എന്നിട്ട് അവിടെ നിന്ന് അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞങ്ങളിതാ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ അടുത്ത ട്രെയിൻ കയറണം. ചെറുതായിട്ടും മഴ പെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ വരും ട്രെയിൻ. ഇതാ അവിടെ ട്രെയിൻ കിടക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ട്രെയിനിൽ കയറിയിരിക്കുന്നു ഗൈസ്. പിന്നെ എത്ര ദൂരമുണ്ട്? 15 minutes. അടുത്തു ഓടിയിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ. ഓടിയത് പക്ഷെ നല്ല ഒക്കെ വയ്ക്കുന്നത്. ഹൈ ഗൈസ്, ഞങ്ങളിതാ റോട്ടൻബുർഗ് എനിക്ക് പേര് മാറിപ്പോയി. റോട്ടൻബുർഗ് എത്തിയിരിക്കുന്നു. ഒരു ഗ്രാമപ്രദേശം വൈബല്ലേ. റോട്ടൻബുർഗ് കാണിച്ചു തരാൻ ഇങ്ങനെ മര്യാദയ്ക്ക് കാണുന്നില്ലല്ലേ. ഇതാണ് റോട്ടൻബുർഗ് ഓഫ് ദ ടൗബർ. സംഭവമൊക്കെ ശരിയാണ്, ഞങ്ങൾ റോട്ടൻബുർഗിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്കും ഇവൾക്കും ഒരു ഐഡിയ ഇല്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. നോക്ക്, ഹെബ്സിൻ്റെ ഭംഗി കണ്ടോ നിങ്ങൾ? ഒരു ഐഡിയ ഇല്ല ഗൈസ്, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു ഐഡിയയും ഇല്ല. ഇങ്ങോട്ടെങ്കിലും പോകും. കാസിൽ ഗാർഡനിൽ പോവാം. എവിടെ? കാസിൽ ഗാർഡൻ. ഇവിടെ ഒരു 7 മിനിറ്റ് ഉള്ളൂ. കോമോൺ. ഓക്കെ, അവിടെ എന്താ ഉള്ളത്? കാസിൽ ഗാർഡൻ. എന്തായാലും എവിടെ എന്തോ പറയാമെന്നും മറന്നുപോയി. എന്താ? കാസിൽ ഗാർഡൻ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല. ഓമ പറഞ്ഞത് ഇവിടെ ഒരു ദിവസം മൊത്തം കാണാനുള്ള ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ എവിടെയാണെന്നും ഒരു ഐഡിയ ഇല്ല. നമുക്ക് കണ്ടുപിടിക്കാം. ഗൈസ്, എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഭംഗിയുണ്ട് ഇവിടെ കാണാൻ മൊത്തത്തിൽ. അവളവിടെ ഇരുന്നു. എന്താണ് പറയാനുള്ളത്? നമസ്കാരം. എനിക്ക് വിശക്കുന്നുണ്ട്. ഫുഡ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബ്രോച്ചനും ഒരു ക്രോസോണും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ വൈകുന്നേരം വരെ കറങ്ങി തിരിഞ്ഞ് നടക്കുക. ഇവിടുത്തെ മെയിൻ ഫുഡ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ബ്രോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ബ്രോഡ്ചനാണ് കഴിക്കുന്നത് ഗൈസ്. ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ടാണ് ഇന്ന് വന്നത്. നമ്മുടെ തറവാട്ടിലെ ജനലായിട്ട് വരും അത്. ഇവിടെ ഉണ്ട്.
നോക്കിയ ഗൈസ്, ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങും അതായത് ഭയങ്കര ഓൾഡായ ബിൽഡിംഗ് ആട്ടോ ഇത്. ജർമ്മനിയിലെ അത്യാവശ്യം ഫേമസ് ആയ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയ സിറ്റി ആട്ടോ, സ്റ്റഡാണ്, ഫേമസ് ആണ്. ഓമ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാം ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് ഭയങ്കര എന്താ പറയുക ഫേമസ് ആണ്. കാരണം ഈവൻ ഇത് സമ്മർ ടൈമിൽ വരെ ഓപ്പൺ ആട്ടോ. അപ്പോൾ അങ്ങനെയാണ്. ഹൈ ഗൈസ്, അതായത് ഇവിടുത്തെ ഒരു ഫേമസ് ആയ ഫുഡ് ഐറ്റമാണ് സ്നേബാൾ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അത് ഫേമസ് ആണ്. അപ്പോൾ അത് പറ്റുമെങ്കിൽ ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എൻ്റെയും റിനിതേൻ്റെയും ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ റോത്തൻബുർഗ് മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അപ്പം നിങ്ങളെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും എന്താണ് റോത്തൻബുർഗ് എന്നും അവിടുത്തെ മനോഹാരിതയും ഞങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ഈ സ്ഥലം കാണാൻ എന്താ പറയുക നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. നല്ല രസം. എനിക്ക് ഭയങ്കര ഒരു കാം വൈബ് അല്ലേ, നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ. ഇന്ന് ഫുൾ ഇവിടെയാണ്, വൈകുന്നേരം തിരിച്ചു പോവും. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് വെച്ചാൽ ഇവിടുത്തെ എന്തായിരുന്നു സിറ്റി വാള്. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെയാണ്. എന്താ ദാസൻ ഗാർഡൻ കണ്ടല്ലേ? അവിടെ തന്നെയാണ് ഈ സിറ്റി വാൾ. ഞാൻ പറഞ്ഞില്ലേ ഷ്നീബാൾ, അതെനിക്ക് കഴിക്കണം എന്നുണ്ട്. അതൊരു ചോക്ലേറ്റൊക്കെ കവർ ചെയ്ത ഒരു സംഭവമാണ്. എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. ഫ്രൈഡ് ഡോ, നമ്മുടെ മാവ് ഉണ്ടാക്കി വറുത്ത് വെച്ചേക്കുന്നു എണ്ണയിലിട്ട്. അപ്പോൾ അത് കഴിക്കണം എന്നുണ്ട്. അത് ഇവിടുത്തെ കുറച്ച് ഫേമസ് ആയ ഒരു ഫുഡ് ഐറ്റമാണ്. പിന്നെ ഇവിടെയുള്ള ക്രിസ്മസ് മാർക്കറ്റിലേക്കും കൂടെ പോകണം. ഞാൻ പറഞ്ഞല്ലോ അത് സമ്മർ ടൈമിലും ഓപ്പൺ ആണ്. അപ്പോൾ അവിടെ കയറി കാണിച്ചു തരാം. അവിടെ അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ പറ്റുമോയെന്ന്, എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും ട്രൈ ചെയ്യാം. അല്ല, എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ എടുക്കില്ല കേട്ടോ. That there are 22 points of interest. So we are at the 20th one, the Little Star Tower. Yeah, exactly. This is a tar trail, and this is the 20th, and we are right now going to the 12th one, the Castle Garden, and there are a lot more, and we don't know where that is. So we can just go in and see what's this all about. ഈ കാണുന്നത് സ്പിറ്റൽ ഗേറ്റ് ആണ്. സ്പിറ്റൽ ഗേറ്റ് തന്നെയല്ലേ? അതെന്ന് വെച്ചാൽ അതന്നെ സ്പിറ്റൽ ടോട്ടും അങ്ങനെ കണ്ടാണ്. അതെന്ന് വെച്ചാൽ ടൂറും അങ്ങനെ കണ്ടാണ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ സിറ്റി വാളിൻ്റെ ഒരു പാർട്ടാണ് അങ്ങനെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ, എന്നാലും നമുക്ക് നോക്കാം. പക്ഷെ നോക്ക് മൊത്തം വുഡനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾ ജർമ്മനിയിൽ വരുവാണെങ്കിൽ, ജർമ്മനിയിലുള്ളവരാണെങ്കിൽ ഒരു വട്ടം എങ്കിലും ഇവിടെ വരണം. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. അപ്പോൾ ഗൈസ്, സ്പിറ്റൽ ഗേറ്റ് എന്ന് വെച്ചാൽ ആക്ച്വലി ഇത് നമ്മുടെ റോത്തൻബുർഗ് സിറ്റി ടൗണിലേക്ക് കയറുന്ന ഒരു എൻട്രി പോയിൻറ്റും കൂടെയാണ്. പിന്നെ ഒരു ഹിസ്റ്ററി വൈബ്, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ എന്തായാലും ജർമ്മനിയിലുള്ളവരാണെങ്കിൽ, ഇപ്പോൾ ജർമ്മനിയിലുള്ളവർ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് മസ്റ്റ് വിസിറ്റാണ്. നല്ല ഒരു ഹിസ്റ്ററി വൈബുണ്ട്.
കണ്ടോ ഗൈസ്, ഇത് ജർമ്മനിയിലെ ടിപ്പിഷ് ഡിസൈനാണ് എന്നാണ് എൻ്റെ അടുത്ത് മീറി പറഞ്ഞു തന്നത്. പക്ഷെ ഇത് കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയാട്ടോ. ഇതേപോലെ ഇവിടെ കുറേ ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസൈനിലുള്ള വീടുകളും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിനെപ്പറ്റി വലിയ നോളേജ് ഇല്ല. പക്ഷേ ഈ സ്പിറ്റൽ ഗേറ്റ് ടവർ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. ജർമ്മനിൽ സ്പിറ്റൽ ടോട്ടും. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, ബട്ട് എക്സാക്ട്ലി സംതിങ് ലൈക്ക് ദാറ്റ്. സോ ദിസ് ഇസ് എ പാർട്ട് ഓഫ് സ്പിറ്റൽ ബാസ്റ്റൈ. സോ ഇൻ ഇംഗ്ലീഷ് ദാറ്റ്സ് മോർ ലൈക്ക് സ്പിറ്റൽ or maybe spiral bastion. So ഇത് ഒരു ഫോർട്ടിഫിക്കേഷനാണ്. ലൈക്ക് അറ്റാക്കിൽ നിന്ന് എന്താ പറയുക, ഡിഫെൻസ് ചെയ്യാൻ വേണ്ടി ബിൽഡ് ചെയ്ത ടവറാണ്. സംതിങ് ലൈക്ക് ദാറ്റ്. ഈ ടൗണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു ഗേറ്റാണെന്നാണ്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അടുത്തായിട്ട് ഈ ടൗബർ റിവറും ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. പിന്നെ ഇതിൻ്റെ ഏതോ നിയറായിട്ട് എന്താ പറയുക ഒരു ഗാർഡനും കൂടി ഉണ്ട്. അപ്പോൾ കറക്റ്റ് വഴികളൊന്നും അറിയത്തില്ല. ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്, അപ്പോൾ വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം നമുക്ക് ഇനിയിപ്പോൾ പോകാൻ പോകുന്നത് നമുക്ക് ടൗബർ റിവറിലേക്കും പോകാം. അതും കൂടി ഒന്ന് കാണാം. അവിടെയും പോകാം, എല്ലാ സ്ഥലവും പോകാം. നമ്മളിപ്പോൾ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ട്. അപ്പം മൊത്തം കറങ്ങിയിട്ട് പോകാം. ഞാൻ ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് താഴേക്കും പോകാനുള്ള ഒരു വഴിയുണ്ട്, മേളിലേക്കും പോകാനുള്ള വഴിയുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകാമെന്ന് വിചാരിച്ചു. ഈ പുറത്തുനിന്നുള്ള വ്യൂ കാണാൻ നല്ല ഭംഗിയാട്ടോ ഗൈസ്. ഞങ്ങൾ നടന്ന് മടുത്തു കഴിച്ച്. ഇത് തീരുന്നില്ല, അത് അങ്ങ് വരെ ഉണ്ട്. കയറിയപ്പോൾ വിചാരിച്ചത് ഇപ്പോൾ കുറച്ചുണ്ടാവുന്നുള്ളൂന്ന്. പക്ഷെ ഇത് അങ്ങനെ നീണ്ടു കിടക്കും. ഇത് എപ്പോഴാണ് തീരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ കാണാൻ ഭംഗിയില്ലേ. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എന്ന് വെച്ചാൽ ഒരു മൂടി കിടക്കുകയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഭംഗി കിട്ടുന്നില്ല. കുറച്ച് വെയിലുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടായേനെ. ഇന്നിപ്പോൾ നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം നല്ലോണം മൂടി കിടക്കുകയാണ് ചെയ്യുന്നത്. മടുത്തു. ഇതെപ്പോഴാണ് തീരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. അങ്ങ് വരെ ഉണ്ട്. നോക്കിയേ, എപ്പോഴാണ് തീരുക? നോക്ക്, കഴിയാനായി തോന്നുന്നു കഴിച്ച്. നോക്കിയേ, കാണുന്നുണ്ടോ? നമുക്ക് കാണാം, അങ്ങോട്ട് കാണാം. ഇത് തീർന്നിട്ടില്ല എനിക്ക് തോന്നുന്നു. ഇത് മൊത്തം ഈ ടൗണിന് ചുറ്റി കിടക്കുന്ന പോലെയാണ്. അപ്പോൾ ഇത് അവിടം വരെ പോയാലും ഇത് തീരുന്നു തോന്നില്ല. ഞങ്ങൾ കൂടെ താഴെ കൂടെ ഇറങ്ങാനൊരു വഴിയുണ്ട്. അപ്പോൾ അതിൽ ഇറങ്ങി താഴെ പോകാൻ നോക്കുകയാണ്. കാരണം കുറേ ആയി ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് ഇത് തീരുന്നില്ല. എനിക്ക് തോന്നും ഈ ഗേറ്റെന്ന് വെച്ചാൽ മൊത്തം ഈ ടൗണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ ഫുൾ ചുറ്റിക്കിടക്കുമായിരിക്കും. അറിയത്തില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞു തരണേ. ഇതാ അതിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതങ്ങ് നീണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓക്കെ, അപ്പം ഇനി എങ്ങോട്ടാണ് പോകണ്ടേ? ഇനി എങ്ങോട്ടാടി? ഇതെവിടെ കുറേ ചെറിയ ചെറിയ കടകളുണ്ട്, ഷോപ്സ് ഉണ്ട്. എല്ലാം ഇങ്ങനെ ഓൾഡ് വൈബ്, നല്ല രസമുണ്ട്. കയറാം. എൻ്റെ കൈയൊക്കെ ഇതാ മരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര അത്യാവശ്യം നല്ല തണുപ്പാണ്. കുറേ നേരം പുറത്ത് നിന്നില്ല, അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു കൈ നമുക്ക് ഇങ്ങനെ ഫ്രീസ് ആവുന്നൊരു ഫീല്.
ഗൈസ് ഞങ്ങളങ്ങനെ സ്നേഹിപ്പാളുള്ള ഷോപ്പ് കണ്ടെത്തിയിരിക്കുന്നു ഗൈസ്. ഈ കടയിലാണ്. അപ്പോൾ ഐ ആം വെരി വെരി എക്സൈറ്റഡ് ടു ട്രൈ. നീയോ? I am broke. അപ്പോൾ നമുക്ക് എന്തായാലും സ്നേഹിപ്പാൾ വാങ്ങാൻ വരണം. അപ്പോൾ എത്ര രൂപയാണെന്നൊന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം. സ്നേഹിപ്പാൾ ഇവിടെ 4 ടൈപ്പ് ഓഫ് സ്നേഹിപ്പാൾ ഉണ്ട്. ഇതിനകത്ത് ഏത് വാങ്ങണം എന്നൊരു ഐഡിയ ഇല്ല. ഇതുണ്ട്, വലുതുണ്ട്. വലുതിന് 3.40, പിന്നെ ചെറുതിന് 2.40. ഏത് വാങ്ങണം എന്നൊരു ഐഡിയ ഇല്ല. അപ്പം ഞങ്ങൾ ഇതാ സ്നേഹിപ്പാൾ വനിലേൻ്റെ വാങ്ങിയിട്ടുണ്ട്. വാനിലേൻ്റെ ഫ്ലേവറുള്ളതാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെറുതുണ്ട് വലുതുണ്ട്. ചെറുതിനാണെങ്കിൽ 2.40 €, പിന്നെ വലുതിന് 3.40. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ 3.40 എടുക്കാമെന്ന്. അങ്ങനെ ഒരെണ്ണം വാങ്ങി. അപ്പം നമുക്ക് ട്രൈ ചെയ്യാം. ചോക്ലേറ്റ് ആണ്. എനിക്ക് തോന്നുന്നു എന്താ പറയുക, അതിൻ്റെ പുറത്തു കൂടെ ഒരു ചോക്ലേറ്റ് കോട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. ചോക്ലേറ്റ് അല്ല, വാനില. ഇതാണ് സാധനം. ഞാൻ ഫുള്ളായിട്ട് എടുത്തത്. വാവ്, നമുക്ക് ഒരു ബോള്. ഇപ്പം എങ്ങനെ കഴിക്കുക? ഇങ്ങനെ കഴിച്ചു പോകാം അല്ലേ? ടേസ്റ്റ് ഉണ്ടോ? കൊള്ളാം കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഒരു കുക്കീസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്. ഒന്ന് കഴിച്ചു നോക്കും. ബേക്കറിയിലെ കുക്കി കഴിക്കും. എനിക്കിങ്ങനെ ഇതേ ടേസ്റ്റിലുള്ള കുക്കി ഞാൻ കഴിച്ചിട്ടുണ്ട്. വലിയ കടി എടുക്കാൻ പറ്റത്തില്ല. ഞാൻ കിള്ളി കഴിക്കില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. എന്നാലും അപ്പോൾ ഇതാണ് സാധനം. ഞാൻ ഒന്നുകൂടെ നേരെ കാണിച്ചു തരാം. നമ്മുടെ ബേക്കറിയിൽ കിട്ടുന്ന പണ്ടത്തെ മറ്റേ കുക്കീസില്ലേ, ആ സാധനം അതേ ടേസ്റ്റാണ്. ഇതുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വലിപ്പമുണ്ട്. 3000 രൂപ, 400 €. പക്ഷേ 3400 രൂപ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. നല്ല വലിപ്പമുണ്ട്. എടുത്ത് എറിയാം. ഗൈസ്, ഞങ്ങൾ കയറിയ കടയിൽ കുറച്ച് വെറൈറ്റി ഓഫ് സ്നേഹിപ്പാളാണ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ നോക്കി, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കുറേ ടൈപ്പ് ഓഫ് വെറൈറ്റി. ഞാൻ കാണിച്ചു തരാം കേട്ടോ നേരെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഗൈസ്, സ്നേഹിപ്പാൾ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പോപ്പുലർ ഫുഡാണ്. അതായത് എന്തായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര്? ഞാൻ മറന്നു പോകാണല്ലോ. റോത്തൻബുർഗിലെ ഒരു ഫേമസ് പോപ്പുലർ സ്വീറ്റാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു കുക്കി, നാട്ടിലത്തെ ഒരു കുക്കിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇവിടെ കുറേ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ്. മൊത്തത്തിലൊരു ഹിസ്റ്റോറിക്കൽ വൈബ് അങ്ങനെ വേണം പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. വന്നത് മുതലായിട്ടോ. ഇവിടെ കുറേ എന്തൊക്കെയൊക്കെയോ കാണാനുണ്ടെന്നാണ് ഓമ പറഞ്ഞത്. പക്ഷേ എവിടെയാണ് പോകേണ്ടത് അങ്ങനെ ഒരു ഐഡിയ ഇല്ല. അതാണ് പ്രശ്നം. അങ്ങനെ അപ്പം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ എത്താം. കഴിച്ച് അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ എങ്ങനെ തിരിഞ്ഞാലും നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഫോൺ എന്നെ വീണ്ടും ചതിച്ചു ഗൈസ്. എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. ഇത് ഉന്തിയിട്ട് താഴെ പോയില്ല. നോക്കിയേ, താഴോട്ടൊക്കെ കാണാൻ. ആ കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഈ കൈ കാണിക്കുക. അത് കാണാനും പറ്റില്ല. ആ താഴെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ മുന്തിരി കേട്ടോ. മുന്തിരി തോട്ടം എന്ന് പറയാം. അപ്പോൾ എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി വീണ്ടും പതിവ് പോലെ. ഗൈസ്, ഇപ്പോൾ കയറാൻ പോകുന്നത് ഇവിടെയുള്ള ക്രിസ്മസ് സാധനങ്ങൾ കിട്ടുന്ന, ഞാൻ പറഞ്ഞില്ലായിരുന്നു, വയനാട് മാർക്കറ്റ് എന്ന് പറഞ്ഞില്ലായിരുന്നു, അതാട്ടോ. അവിടെയാണ് കയറിയിരിക്കുന്നത്. ഞാൻ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാട്ടോ. ചെറിയ കത്തിയല്ല.
ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്താ പറയുക, ഇത് ആക്ച്വലി ഇതിനെക്കാട്ടിലും വലുത് ഈ ടൗണിൻ്റെ എവിടെയോ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇവിടുത്തെ ചെറുതാണ്, ഇതിനെക്കാട്ടും വലുത് വേറെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ക്യാമറ വീഡിയോ അലൗഡ് അല്ല, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയ വേറൊരു വേൾഡിൽ കയറിയ ഫീലാട്ടോ. നിൻ്റെ അഭിപ്രായം എന്താ? നിനക്ക് എന്ത് ഇഷ്ടപ്പെട്ടോ? Yeah, I like it. It's actually pretty. നമ്മൾ എന്താ പറയുക, ഡിസംബറിലെത്തി. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ. റോത്തൻബുർഗ്, ഇറ്റ്സ് റിയലി നൈസ് പ്ലേസ്. നിങ്ങൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ജർമ്മനിയിലെ ഒരു പ്ലേസാണ് ഞാൻ പറയും. ഞാൻ വേറെ അങ്ങനെ ജർമ്മനിയിൽ കുറേ പ്ലേസിലൊന്നും പോയിട്ടില്ല. പക്ഷെ ഞാൻ മ്യൂണിച്ചിലൊക്കെ പോയിട്ടുണ്ട്. എന്നാലും വന്നതിൽ ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളായി തോന്നിയ എല്ലാ സ്ഥലവും ജർമ്മനിയിൽ നല്ല ബ്യൂട്ടിഫുള്ളാണ്. എന്നാൽ പിന്നെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളായുള്ള ഒരു സ്ഥലമായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾ ഒരു വട്ടം എന്തായാലും ഇങ്ങോട്ട് വരണം കേട്ടോ. ജർമ്മനി വരുവാണെങ്കിൽ ഇവിടെയും കൂടെ ഒന്ന് വരണം. സ്ട്രീറ്റ്സ് ഒക്കെ കാണാൻ പ്രത്യേക ഭംഗിയുണ്ട്. എനിക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ അറിയത്തില്ല, അതാണ് പ്രശ്നം. നിങ്ങളിങ്ങനെ കണ്ടു മനസ്സിലാക്കിക്കോ. കഴിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട് ഫോർസിസ്റ്റിഷ് വിൽഡ് ബീനൻ, സൂക്ഷിക്കുക ഇവിടെ കാട്ടുതേനീച്ച ഉണ്ട് എന്ന്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വേറെ ഒന്നല്ല, ആളുടെ ഫോണിലെ സ്റ്റോറേജ് കഴിഞ്ഞു. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വീഡിയോസൊക്കെ എടുക്കാമായിരുന്നു. കാരണം ഇവിടെ കുറേ കാണാനൊക്കെ ഉണ്ട്, നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. ഞാൻ കുറേ ആദ്യം തൊട്ട് വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ കുറേ വീഡിയോസ് ആവശ്യമില്ലാണ്ട് തന്നെ ഞാൻ എടുത്ത് ഉള്ള സ്റ്റോറേജ് ഫുൾ തീർത്തു. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, കുറച്ചൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടാണ് ഈ വീഡിയോ തന്നെ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കൂടി ഇവിടെ കറങ്ങിയിട്ട് തിരിച്ചു പോകും. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ കെബാബ് കഴിച്ചായിരുന്നു. കെബാബ് അല്ലല്ലോ, ഞാൻ രണ്ടുപേരും ഡോണർ ബോസാണ് കഴിച്ചത്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ. എന്താണ് അറിയുന്നത്, ഇതൊക്കെ പറയാനുള്ളത്? എങ്ങനെയുണ്ട് റോട്ടൻ? ഇത് വീണ്ടും എത്രാമത്തെ തൊട്ടാണ് ഞാൻ തെറ്റിക്കുന്നതെന്ന്. എങ്ങനെയുണ്ടായിരുന്നു? നല്ലുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നല്ല പ്ലേസായിരുന്നു. നിങ്ങൾ ജർമ്മനിയിൽ വരുവാണെങ്കിൽ ഈ ഒരു പ്ലേസ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം, നല്ല ഭംഗിയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.